6 കിലോനോളം ഇപ്പൊ പ്രസവത്തിന് ശേഷം 6 കിലോ കുറയാണ് ചെയ്തിട്ടുള്ളത്. എന്ത് മീനു ഇവിടുന്ന് പോവാനായി ഇനി മീനും കെട്ടിപ്പിടിച്ച് കുത്തിറക്കാൻ. ഉച്ചക്കത്തെ ഫുഡ് ഇത് എല്ലാ ഞായറാഴ്ചയുള്ള ഫുഡിന്റെ മീനു ആണ്. ഓരോ ദിവസവും മീനു മാറിക്കൊണ്ടിരിക്കാൻ വേണ്ടി കിടന്ന് തുള്ളിച്ചാടുണ്ട്. കുറച്ച് നേരം കൂടി കിടക്കുക. ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇപ്പൊ വരാട്ടാ. ഓക്കെ. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അതായത് ഇതിന് മുമ്പ് നമ്മൾ മോംസബിൽ വെച്ചിട്ട് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കുറേ ആൾക്കാർ കമന്റ്സിൽ വന്നിട്ട് എന്താണ് നമ്മൾ എടുക്കുന്ന ഡയറ്റ് പ്ലാൻ, അതായത് ചുപ്പി കുറേ മെലിഞ്ഞിക്കണമെന്ന് വാദിക്കണവരുണ്ട്. അത് ചില ഡ്രസ്സിൽ കുറച്ച് തടിച്ചത്, ഇത് പഴയ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ ആള് തടിച്ചിട്ടുണ്ടല്ല തന്നെയാണ്. 6 കിലോനോളം ഇപ്പോൾ പ്രസവത്തിന് ശേഷം 6 കിലോ കുറയാണ് ചെയ്തിട്ടുള്ളത്. അതിന് മെയിൻ കാരണം ഇവിടുത്തെ ഫുഡ് തന്നെയാണ്. അതായത് നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചായ, പുട്ട്, കടലക്കറി. ഓക്കെ. ഇവളെ കയ്യിലുള്ള ഹോർലിക്സ് അവർ രാവിലെ 6 മണിക്ക് കൊണ്ടുവന്ന് നിർത്തിക്കണ്. പക്ഷെ ഇതുവരെ അവൾ കുടിച്ചിട്ടില്ല. കാരണം ബേബി ഇന്ന് ജീവ ബേബി ഇന്ന് നേരത്തെ തന്നെ എണീറ്റിട്ട് ഫുൾ ആരംഭമായിരുന്നു. അങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇപ്പോൾ ആള് നമ്മൾ പറയുമ്പോൾ ചിക്കല് തുടങ്ങി കേട്ടോ. യെസ്, ഇത്രയും കാലം നമ്മൾ എന്ത് പറഞ്ഞാലും ചിരിക്കൂലായിരുന്നു. അപ്പോൾ നമുക്കിന്ന് എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളത്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സൺഡേ ആണ്. സൺഡേ സ്പെഷ്യൽ ഡേ ആണ്. സൺഡേ അതുപോലെ ഫ്രൈഡേ ഇവിടെ സ്പെഷ്യൽസ് ഉള്ളത്. സൺഡേ ഉച്ചക്ക് ചിക്കൻ ബിരിയാണിയാണ്. അല്ല, ചിക്കൻ കറി. ഓക്കെ, ചിക്കൻ കറി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവലുണ്ട്. സോ നമ്മൾ ഫുൾ ഡീറ്റെയിൽ പറയുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങൾ ഓരോ സാധനങ്ങളായിട്ട് അപ്പൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ പോലെ പുട്ടാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്. ഇതൊരു 8 മണി 9 മണി ആകുമ്പോഴത്തേന് 8 മണി 9 മണി ആകുമ്പോഴത്തേന് അവർ എത്തിച്ചു തരും. ഓക്കെ. എന്ത് എത്തിക്കലുണ്ട്, ഇല്ല എന്നല്ല. കടലക്കറി അല്ല, ചെറുപയർ കറിയാണ് കേട്ടോ. സാധാരണ കടലക്കറിയാണ് പുട്ടുള്ള ദിവസം ഉണ്ടാവാറുള്ളത്. ചായ നമുക്ക് വേണ്ട ഷുഗർ സെപ്പറേറ്റ് തരും. നമുക്ക് എത്ര വേണ്ടി ചായ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ എല്ലാ ഫുഡ് ഐറ്റംസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. കാരണം എല്ലാവർക്കും അറിയാൻ അതാണ് താല്പര്യം. എന്താണ് ഡയറ്ററി നമ്മൾ പ്ലാൻ എന്താണ്, നമ്മൾ എന്താണ് കഴിക്കൽ എന്ന് കുറേ പേര്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം പീരീഡ് ആയതുകൊണ്ടായിരിക്കാം, പ്രഗ്നൻസി കഴിഞ്ഞ് നിൽക്കുന്ന ടൈമല്ലേ. അപ്പോൾ ഈ കുറേ മെല്ലില്ല, അതുകൊണ്ടായിരിക്കും കുറേ ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നത്. മെയിനായിട്ട് മെല്ലിയുള്ള കാരണം പാകത്തെ ഫുഡ് തീറ്റയാണ്. ഇപ്പോൾ അങ്ങനെ പൊരിച്ചതും കരിച്ചതൊന്നും വല്ലാതെ കഴിക്കലില്ല. പിന്നെ നമുക്ക് അത്ര പുതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ഡോണർ ക്ലബ്ബിൽ നിന്നൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് ഷവർമൊക്കെ കഴിക്കലുണ്ട്. ഓക്കെ. അല്ലാതെ കരിച്ചതും പൊരിച്ചതും നമ്മളിവിടെ കഴിക്കലുണ്ടോ? ചിക്കൻ ഞാൻ കാണില്ല. ഈ ഇവിടെ പൊരിക്കലുണ്ട്. ഇവിടെ ഫ്രൈ പാൻ ഇന്ന വരെ ചൂടാക്കി പോലും ഞാൻ കണ്ടിട്ടില്ല. ഈ ഉണ്ടാക്കലില്ല. പിന്നെ എന്തായാലും ചിരിക്കാൻ അതിന്റെ പെങ്ങളില്ലേ നിഹാര, അത് നോക്കണ്ട, അത് സൈക്കോണ്. ഓള് ഇവിടെ വന്നക്കാണ്ട് വലിയ ഡയറ്റിങ് നടക്കാണ്ട് ഫുള്ള് തീറ്റ. ഇത് എന്ത് ഡയറ്റിങ് ആയിട്ട് എടുത്തിരുന്നത്? ഒരു സൈഡിൽ കൂടെ കഷായം കുടിച്ചു, ഒരു സൈഡില് അല്ല, ഓളിന്റെ പെങ്ങളാകുമ്പോൾ ഞാനും അങ്ങനെ തന്നെയല്ലേ വരിക. ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ സത്യത്തിൽ ഇവിടുത്തെ ഡോക്ടർമാരെ ഞങ്ങൾ വൻ തോതിൽ ചതിച്ചിരിക്കണം കേട്ടോ. കൈസറുള്ള കാര്യം പറയാലോ. അതായത് ഓരോട്ട് ഡയറ്റിങ് ആണെന്ന് പറയും. പോകുമ്പോൾ തൂക്കം നോക്കി അവർക്ക് മടുത്ത് 1 ഇഞ്ച് അങ്ങോട്ട് കുറഞ്ഞില്ല, 1 ഇഞ്ച് ഇങ്ങോട്ട് കുറഞ്ഞില്ല. അല്ല, പിന്നെ 2 കിലോ എന്നിട്ട് കുറഞ്ഞു. ഞാൻ 3 കിലോ കുറഞ്ഞു. പക്ഷെ അതൊന്നും അല്ല 1 മാസം കൊണ്ട് ഒരു പ്രതീക്ഷിച്ചത്. കാരണം നമ്മൾ ഒരു വിചാരിച്ച പോലെ ഡയറ്റ് ചെയ്തില്ല. ഞങ്ങൾ അതുപോലെ ചതിച്ച്. കുട്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ടു നോർമലായി വരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 7 കിലോനും കൂടി പ്രസവശേഷം കൂടിയത് കുറയുണ്ടാവും അല്ലേ? അല്ല, ഏകദേശം 62 63 ഒക്കെ അല്ലേ ഉള്ളൂ ഈ വെയിറ്റ്. പിന്നെ പ്രസവശേഷം എത്രയായി? 78ആയി. ഇപ്പോൾ 68 70ലേക്ക് എത്തിയില്ലേ? ഓക്കെ. അപ്പോൾ കുറഞ്ഞു വരുന്നതാണ് ആള്. കുറഞ്ഞത് ആണ് ഇപ്പോൾ ഉള്ള മിക്ക ലേഡീസിനും താല്പര്യം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. അതുകൊണ്ടായിരിക്കും എൻ്റെ എന്താണ് ഈ തടി കുറയാൻ വേണ്ടി ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവരും കമൻറ്റ് ഇടുന്നത്. ആർക്കും പ്രസവിച്ച് നിന്നിട്ട് നേരെ തടിക്കുന്നതിനോട് പണ്ടത്തെ പോലെ താല്പര്യമില്ല. പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തടിക്കുന്നതായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ്. അതായത് തടിച്ചില്ലെങ്കിൽ വീട്ടുകാരെന്താ പറയാന്നുള്ളൊരു തോട്ടായിരുന്നു. അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ. എന്തായാലും ഇപ്പോഴത്തെ കാലത്തൊക്കെ മാറിയിരിക്കണം. ഇപ്പോൾ എല്ലാ പെണ്ണുങ്ങൾക്കും സ്ലിം ആയിട്ടിരിക്കണം. ഒന്നാമത് നല്ല ഡ്രസ്സ് വെക്കണം, നല്ല കോൺഫിഡൻസ് വേണമെങ്കിൽ നമ്മൾ ബാക്ക് ടു നല്ല സ്ലിം ആയിട്ടിരിക്കണം എന്നാണല്ലോ. സോ എന്തായാലും ഇന്നത്തെ എല്ലാ ഫുഡും നമ്മൾ കാണിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് കഴിക്കാം. അങ്ങനെ ജുബി കുളി കഴിഞ്ഞ് വന്നു. നേരെ 11 മണിയായി. നമ്മുടെ ബേബി ജീവ ബേബി, ഈ സമയത്ത് ജീവ ബേബിനെ ഞാനാണ് കുറച്ച് പണിപ്പെട്ടിട്ടാണെങ്കിലും നല്ല രീതിയിൽ ഉറക്കിയിട്ട് ഇങ്ങനെ കൊണ്ടൊക്കെ എടുത്തു. ആൾ ഇപ്പം നല്ല ചിരി ഉറക്കിക്കണം കേട്ടോ. ഉറക്കത്തിൽ മാത്രമല്ല, നമ്മൾ സംസാരിച്ചാലും ചിരിക്കും. പിന്നെ ഞങ്ങൾക്ക് ഇതിൽ കെടുത്താൻ ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അൺബോക്സ് ചെയ്യുമ്പോൾ. അല്ലേ, എത്ര ഏജിന് ശേഷമാണ് കെടുത്താന്ന് അറിയില്ലല്ലോ. പക്ഷേ അന്ന് കമൻസിൽ കുറേ ആൾക്കാർ പറഞ്ഞു നമുക്ക് ഫസ്റ്റ് തന്നെ കെടുത്ത് ശീലിപ്പിക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ മാത്രമല്ല കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ തീരെ കെടുക്കൂല എന്നും കമൻസിൽ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കെടുത്ത് ശീലിപ്പിച്ച് നോക്കി. പക്ഷേ കുട്ടി നല്ല കംഫേർട്ടായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ.
അന്ന് നിസാറപ്പ കൊടുന്നല്ലേ, അതായത് പപ്പയുടെ അനിയന് കാസർഗോഡ് നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഗിഫ്റ്റ് കിട്ടിയതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റുകളിൽ ഒന്നാണ് കേട്ടോ അത്. അപ്പോൾ എന്താണെന്ന് പേടിക്കണ്ട, അന്ന് ഞായറാഴ്ചയാണ്. എന്തേ മെനുവിലും അങ്ങനെ മാറും. ചിലപ്പോൾ ഈ സമയത്ത് സലാഡായിരിക്കും, അല്ലെങ്കിൽ സലാഡ് അല്ലെങ്കിൽ ഇതേപോലെ ഉലുവക്കഞ്ഞി ആയിരിക്കും, അല്ലെങ്കിൽ സൂപ്പായിരിക്കും. സൂപ്പ് അല്ലെങ്കിൽ സൂപ്പ് ഇപ്പോഴല്ല, സൂപ്പ് വൈകുന്നേരം അല്ലേ, വൈകുന്നേരം. സലാഡ്, ഉലുവാക്കഞ്ഞി, അതും അല്ലെങ്കിൽ ഓട്സ്. ഈ 3 സാധനത്തിലാണ് ഏതെങ്കിലും ഒന്നായിരിക്കും കുളി കഴിഞ്ഞ പാട് 11 മണിക്ക് കഴിക്കാനുണ്ടാവുക. ജുബിക്കെന്നല്ല, ഇവിടെയുള്ള എല്ലാ പേഷ്യൻസിനും ഒരേ മെനു തന്നെയാണ് ഒരേപോലെ. വൈറ്റമിൻ എ, സലാഡ് ആണെങ്കിൽ വൈറ്റമിൻ എ, ബി, സി എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം ബീട്രൂട്ട് ജ്യൂസോ അല്ലെങ്കിൽ ബീട്രൂട്ട്, ക്യാരറ്റ്, മാംഗോ അങ്ങനത്തെ ജ്യൂസുകളും ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉലുവാക്കഞ്ഞി കേറ്റിക്കോ കഴിക്കൂല, അത് ഫുള്ള് കഴിക്കൂല, ഒരു മുക്കാലൊക്കെ കഴിക്കും മാക്സിമം. അതന്നെ വേണം വേണ്ട വെച്ചിട്ട് കഴിക്കണേ. ഞങ്ങൾ ബൈസ്റ്റാൻഡേഴ്സിന് പിന്നെ ഇന്ന് ബിരിയാണിയാണ്. ഞായറാഴ്ചയാണ് അല്ലേ? ഓക്കെ. വെള്ളിയാഴ്ചയാണ് ഇവിടെ, വെള്ളിയാഴ്ചയാണ് ഇവിടെ ചിക്കൻ ബിരിയാണി ഉള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും കോഴിക്കറിയാണ്. എനിക്ക് ബിരിയാണിയിലാറ് ഒരു സ്റ്റെപ്പ് ഏറെ ഇഷ്ടം നെയ്ച്ചോറും കോഴിക്കറിയാണ്. എനിക്കോ? അഫ്കോഴ്സ് എനിക്കും അങ്ങനെ തന്നെയാണ് അല്ലേ. സോ ഇന്ന് ഒരു മണിയാകുമ്പോൾ അല്ലേ, 1 മണിക്ക് ടൈമിംഗ് ആണ് ഇവിടുത്തെ മെയിൻ. അവർ കറക്റ്റ് ടൈമിന് സാധനങ്ങളൊക്കെ തരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബിരിയാണിക്ക് നെയ്ച്ചോറിനും കോഴിക്കറിക്കും കാത്തിക്കാം. അപ്പോൾ നിന്റെ മോളത് കുടിക്കേ എന്ത് മീന് മാറ്റലൊന്നും നടക്കൂല. എൻ്റെ ഇഷ്ടത്തിന് നല്ല മീൻ ഓല് ഹെൽത്ത് ടിപ്സ് നോക്കിയിട്ടാണ് മീൻ. രാവിലെ പിന്നെ ഇതേപോലെ ഹോർലിക്സ് മാത്രമല്ല, ഹോർലിക്സിന്റെ കൂടെ മുട്ടയോ അല്ലെങ്കിൽ പഴം ഉണ്ടാവും. അതുപോലെ അതേ വേണ്ടാന്ന് പറഞ്ഞേക്കണം കേട്ടോ. അതുകൊണ്ട് ഇവൾക്ക് ഒരു ഹോർലിക്സ് മാത്രമാണ് കൊടുക്കല്. മതി നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, എനിക്ക് ആ മുട്ടും പഴം ക്യാൻസലൊക്കെ വലിയ കാര്യമായില്ല. ഞാൻ തിന്നൂല മുത്തേ. മറ്റേ തടി വറക്കാൻ നോക്കുമ്പോഴാണ്. എന്തായാലും ഇനി നെയ്ച്ചോറ് കോഴിക്കറി വരട്ടെ, നമ്മൾ വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് വന്നിട്ടുണ്ട്. സോ ഡോക്ടേഴ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. റൗണ്ടപ്പിന് വന്നതാണ്, അതായത് എന്തായാലും പറയല് റൗണ്ട്സിന് വന്നതാണ്. റൗണ്ടപ്പ് ഞാൻ അഡീഷണൽ അപ്പ് കൂടി പോയി. അപ്പോഴാണ് ഈ മനോഹരമായ കാഴ്ച കാണുന്നത്. രാവിലെ കൊടുത്ത ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല, അതേപോലെ ഉണ്ട്. 11:30. എന്താ കഴിക്കാത്ത കാരണം? ഡോക്ടർ എന്താ ചോദിക്കാത്ത? എന്താ ഫുഡിന്റെ ചോദിച്ചോ? എന്താ പറഞ്ഞേ? ഉലുവ കഞ്ഞിന്റെ ഇത് നടക്കൂല കേട്ടോ ഡോക്ടറെ. ഫുള്ള് ഉടായ്പാണ്, ഒന്നും കഴിക്കൂല, ഫുള്ള് മടിയാണ്. കുട്ടീനെ നോക്കണം. ഡോക്ടർ വന്നിട്ട് 1/2 മണിക്കൂറായി, ഇതുവരെ കുട്ടി അല്ലേ, ഒരു ശല്യം ഇല്ലല്ലോ. കുട്ടി നല്ല ഡീസന്റ് കുട്ടിയല്ലേ? മാഷാ അല്ലാ. അതല്ല, എന്നാ ഫുഡ് കഴിക്കല്ലേ? അല്ല കഴിക്കാൻ എന്താ കഴിക്കാത്ത? എന്താ രാവിലെ തന്നല്ലേ? എന്ത് മീനു? ഇവിടുന്ന് പോവാനാ, ഇനി മീനും കെട്ടിപ്പിടിച്ച് കുത്തിറക്കാൻ 2 ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് പോവും. ഇവര് ഹോട്ടലാണ് അവിടെ നടത്തുന്നത്. വീട്ടിൽ പോയിട്ട് മനോട് പറഞ്ഞാൽ മതി ശാരദ ഷേക്ക് നമ്മ തരും, എല്ലാം ചേർത്ത് തരും. ശരി, അവരെല്ലാം ഈ ഒരു സമയത്ത് എല്ലാം റൗണ്ട്സിന് വരുന്ന കേട്ടോ. എവിടുന്ന് വന്നാൽ റൗണ്ടപ്പ് എന്ന് വായി വരുള്ളൂ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. വാ. ഇന്ന് ഫുഡിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ തൈര്, പിന്നെ പപ്പടം, പിന്നെ ഇന്ന് ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. മറ്റേ ഹാലയും കൂടി ഉണ്ടാവലുണ്ട്. നല്ല അടിപൊളി നെയ്ച്ചോറ്, പിന്നെ ഇത് 2 ഇത് 3 ആക്കാൻ ഒരു എടുത്തിങ്ങനെ തോന്നുന്നു. ചമ്മന്തി, ചിക്കൻ കറി. ഇത് തുറന്ന് കാണിക്കൂ. ഉണ്ടല്ലോ, നല്ല അടിപൊളി ചിക്കൻ കറി കേട്ടോ. ഇതാണ് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ്. ഇത് എല്ലാ ഞായറാഴ്ചയുള്ള ഫുഡിൻ്റെ മെനു ആണ്. ഓരോ ദിവസവും മെനു മാറിക്കൊണ്ടിരിക്കും. ഇതിൽ ബിരിയാണി വരുന്നത് വെള്ളിയാഴ്ച ഉച്ചക്കാണ് കേട്ടോ. പിന്നെ ചിക്കൻ കറി ഇടയ്ക്ക് ഇടവിട്ട് രാത്രി ഉച്ചക്കൊക്കെ ഇടവിട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇപ്പോൾ താഴത്ത് ഇപ്പോൾ പുതിയ താമസക്കാർ വന്നതിൽ ഹിന്ദിക്കാരുണ്ട്. താഴത്ത് വന്നിട്ട് അവർ കാസർഗോഡ് എന്തോ ഒരു ബിസിനസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഹിന്ദിക്കാർക്ക് ഉച്ചക്കും രാത്രിയും ചപ്പാത്തി വേണം, എപ്പോഴും ചപ്പാത്തി വേണം. സോ ഇടയ്ക്കിടയ്ക്ക് ചപ്പാത്തി ഉണ്ടാവാറുണ്ട്. ഞങ്ങളോടൊക്കെ എപ്പോഴും ചപ്പാത്തി വേണമെന്ന് വെച്ചാൽ വേണ്ടാന്നാണ് പറയല്. പക്ഷേ ചപ്പാത്തിയും ഇവിടുത്തെ മീനുമില്ല, അവർക്കായിട്ട് സെപ്പറേറ്റ് എന്നിട്ട് ചപ്പാത്തിയാണ് ഇവർ ഉണ്ടാക്കി കൊടുക്കല്. ഓക്കെ, അപ്പോൾ എന്നാൽ കഴിക്കാം. അപ്പോൾ ഗൈസ് ഈവനിങ് സ്നാക്സ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവളെ പേരെന്തായിരുന്നു ജോ? കൃഷ്ണപ്രിയ ആണ് കേട്ടോ കൊണ്ടുവന്നത്. നല്ല അച്ചടക്കമുള്ള കുട്ടിയാണ് കേട്ടോ കൃഷ്ണപ്രിയ. അല്ലേ പിയ എന്നാണോ? എന്തായിരുന്നു വോട്ട്? അപ്പോൾ ഞങ്ങൾക്ക് ഇതെന്തായിരുന്നു? അട, ഇലയട കേട്ടോ. ഇലയില്ല, അട മാത്രമേ ഉള്ളൂ. പിന്നെ ഓട്സ് ആണോ അതോ മറ്റേതാണോ, മറ്റേ പഴമുള്ള സാധനമാണോ? നോക്ക്, ഉറപ്പാ? ജുബിക്ക് ഓട്സ് ആണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, സോ ഇലയട വേണോ? ഒരു പീസ് വേണോ? അതോ ഓട്സ് നമുക്ക് അങ്ങോട്ട് കൈമാറിയാലോ? വേണ്ട, വീഡിയോ എടുക്കണ്ട, ഡോക്ടർ വേണം.
ആ ആള് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. നമ്മളെ ശിവബേബിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങായിരുന്നു. പക്ഷെ ശിവബേബി അവിടെ എണീറ്റിക്കണ്. പക്ഷെ അലമ്പൊന്നുമില്ല, ഒറ്റയ്ക്ക് ഇരിക്കും. ഞാൻ കാണിച്ചു തരാം. അല്ലല്ല അവിടെ ഇരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ജിവോ ജിവോ ഹലോ, കണ്ടോ പുറത്തേക്കൊക്കെ നോക്കി ആൾ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും ഒറ്റയ്ക്ക്. ഒരു കുഴപ്പമില്ല. ഇല്ലല്ലോ ജിവിന് ഒരു കുഴപ്പമില്ലല്ലോ. ഇപ്പം ചിന്നി സുന്ദരിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ഇല്ലല്ലോ. ആ ഞാൻ എടുക്കാൻ വേണ്ടി കിടന്ന് തുളിച്ചാടുണ്ട്. ആ കുറച്ച് നേരം കൂടി കിടക്കാം. ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇപ്പം വരാം കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. അടിപൊളി സാധനം അല്ലേ? അടിപൊളി സാധനം അല്ലേ? എനിക്കത് ഇഷ്ടമായി. നല്ല രസമുണ്ട്. അതായത് നമ്മുടെ ശർക്കരയും തേങ്ങ ഇട്ടിട്ടുള്ള ഇവിടെ ഒന്നും അടിയാണ്. ഞങ്ങൾ ഇത് തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വിളിക്കും, താഴെ കിച്ചണിൽ വിളിക്കും. ഇന്നും ചോദിക്കും ഇനി ഉണ്ടോ, ഉണ്ടെങ്കിൽ മതി, ഉണ്ടെങ്കിൽ തന്നാൽ മതി തരാം. അപ്പോൾ എന്തെങ്കിലും 2 പീസ് കൊണ്ടുവന്നേരും. പിന്നെ നമ്മുടെ വീട്ടിൽ ചോറില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഈവനിങ് സ്നാക്സ് എന്തെങ്കിലും ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭാഗ്യത്തിന് ഇവിടെ സ്നാക്സ് നല്ല ഗ്രാൻഡാണ് കേട്ടോ. ചായയും ഓട്സും അതും ഇതൊക്കെ ഉണ്ടാവും. ആ ആ ആ എനിക്ക് ഓട്സ് ഉണ്ടേ. അതിന് ഞങ്ങളാണ് എൻ്റെ ബൈസ്റ്റാൻഡേഴ്സ്. ഞങ്ങൾക്ക് ബൈസ്റ്റാൻഡേഴ്സിനും കൂടിയുള്ള ഫുഡാണത്. രോഗിക്ക് ഒറ്റകളല്ലേ, രോഗിക്ക് തക്കുന്ന ഓട്സ് കയറ്റിക്കോ. ആ 50-50. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ രാത്രിക്കത്തെ ഫുഡും കൂടി അല്ലേ കാണിക്കാനുള്ളൂ. രാത്രിക്കത്തെ ഫുഡും കൂടി ഞങ്ങൾ കാണിക്കാം കേട്ടോ. പുട്ടുനൂല് അല്ല, നൂൽപുട്ട്, ഇടിയപ്പം. ഇടിയപ്പം അങ്ങനെയും പറയാം കേട്ടോ. ഇന്ന് വേറെ കറി ആയിട്ടുള്ളത് ഗ്രീൻ പീസ്. എൻ്റെ ഫേവറേറ്റ് കറിയാണ് ഗ്രീൻ പീസ്. ആ ജുബിക്ക് കുടിക്കാനുള്ള പാലുണ്ട്. ഓക്കെ, ജുബിക്ക് വേണ്ടെങ്കിൽ ഞാനാണ് കുടിക്കല്. ആരായാലും കുടിച്ചാൽ പോരെ. ആ പിന്നെ ചായ ഉണ്ട് കേട്ടോ. ഇത് നേരത്തെ ഒരു കൊണ്ടുവന്ന ചായയാണ്, ഞങ്ങൾ കുടിച്ചിട്ടില്ല. ഞങ്ങൾ സ്നാക്സ് മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചായ ചൂടാക്കിയിട്ട് കുടിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ ഫുഡ്. അതായത് ജുബി ഒരു ദിവസം ഇവിടെ കഴിക്കുന്ന ഫുഡിൻ്റെ ഒരു ഒരു റൊട്ടീന്. ഓക്കെ, ഡയറ്റ് പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ആരോട് വെച്ചിട്ട്? ആ അതൊക്കെ നമ്മൾ തിന്നലുണ്ട്. പക്ഷേ അത് നീ പറയണ്ട, ഡോക്ടർ കേൾക്കും. ആ അപ്പോൾ ഗൈസ്, ഇത്രയും ആണ് നമ്മൾ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്നുള്ള ഇതിൽ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ കേട്ടോ. ഓക്കെ, ആ ഞാൻ തന്നെയാണ് കഴിക്കല്. പക്ഷെ ഞങ്ങൾക്ക് ചില നേരത്തില്ല. ഇപ്പം നേരം 7-8 മണിയായിട്ടുള്ളൂ. ഒരു 10:30, 10:45, 11 ആകുമ്പോഴേ ഇവിടെ അടുത്ത് ഡോണർ ക്ലബ്ബ് ഉണ്ട് മഞ്ചേരി. അപ്പോൾ ഞങ്ങൾക്ക് ഓൾക്ക് വിൽക്കാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ ഞങ്ങൾക്ക് തിന്നാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ ഷവർമ്മ ഓർഡർ ചെയ്യും അല്ലേ? അറിഞ്ഞാണ്ട് ഓർഡർ ചെയ്യും. ആ മാത്രമല്ല ജുബിക്ക് ഇതുകൊണ്ടൊന്നും ആവില്ല. ജുബിക്ക് അപ്പോൾ ഒരു വിശപ്പ് കൂടുതൽ ഏറണം. ഇന്നലെ രാത്രി വിശക്കൊണ്ട് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിക്കലുണ്ട്. അങ്ങനെ കഴിക്കേണ്ടവർക്ക് കഴിക്കാം. ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഴിക്കേണ്ടവർക്ക് ഇങ്ങനെയും കഴിക്കാം. നോ പ്രോബ്ലം. അതെ, ആ ഉണ്ടാക്കി വെക്കാം. അതൊക്കെ അവൻ്റെ പ്രിഫറൻസ് ആണ്. നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അത് പറയാൻ ഭയങ്കര വീട്ടാണല്ലേ? നല്ല ഇപ്പം ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടല്ലേ കഴിക്കണത്. ആ ബായ് എന്നിട്ട് കട്ടാക്കി കഴിഞ്ഞാൽ ഒരു തീറ്റണ്ട് എൻ്റെ മക്കളെ. ആ തുപ്പാനല്ലേ? ആ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ.